ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് അത് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് ലക്നൗവി ബിരിയാണിയാണ്. അപ്പോൾ ഞങ്ങൾ പുതിയതായിട്ടിപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന ആ ഷോപ്പിലുള്ള ആൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്, നന്നായിട്ട് സെയിൽ ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സക്സസ് ആയാലും ഫ്ലോപ്പ് ആയാലും എന്തായാലും നമുക്ക് വീഡിയോയിൽ കാണാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ 30 മിനിറ്റ് കൊണ്ട് നമുക്കിതൊരു ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊരു ബിരിയാണി മസാലയാണ് കേട്ടോ. ബിരിയാണിയുടെ മെയിനായിട്ടുള്ള സംഭവമാണ് ഈ ഒരു കണ്ടില്ലേ മസാലയുടെ ഒരു പേസ്റ്റ്. അത് പിന്നെ ബസ്മതി റൈസാണ്. പിന്നെ കുറച്ച് സ്പൈസസ് ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് നമ്മൾ സാധാ ബിരിയാണി വയ്ക്കുമ്പോൾ എല്ലാ സ്പൈസസും ഒന്നുമില്ല. ബേ ലീഫ്, കാർഡമം, പിന്നെ സിനമൺ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. പിന്നെ റൈത്തയ്ക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക മസാല ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ബിരിയാണിക്ക് ഞാൻ അങ്ങനത്തെ ഒരു റൈത്ത ഉണ്ടാക്കിയതും ടേസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ എന്തായാലും ബിരിയാണിക്കുള്ള ആ റൈസ് എന്ന് പറയുന്നത് 1.5 ഗ്ലാസ് ഉണ്ടായിരുന്നു. 1.5 ഗ്ലാസ് കഷ്ടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഹാഫ് ഗ്ലാസും കൂടി ജീര റൈസും കൂടി ചേർത്ത് കേട്ടോ. ഞങ്ങൾക്ക് തികയില്ല അല്ലെങ്കിൽ, അതുകൊണ്ടാണ്. അപ്പോൾ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ്. ചിക്കൻ സാധാരണ കഴുകണമല്ലോ, മഞ്ഞപ്പൊടിയും ഇതൊന്നും ഇട്ടിട്ടല്ല, മഞ്ഞപ്പൊടി ഇട്ടിട്ടല്ല കഴുകിയത്, അതാണ് വെള്ളച്ചിരിക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ മൈദയും അതുപോലെ തന്നെ വിനെഗറും മിക്സ് ചെയ്തിട്ടാണ് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കനിലുള്ള ബ്ലഡൊക്കെ നന്നായിട്ട് പോകുമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കുക്കറിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. എന്നിട്ട് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് നേരത്തെ നമ്മളുടെ ആ ഒരു പാക്കേജിങ്ങിൽ ഉണ്ടായിട്ടുള്ള മസാല ഉണ്ടല്ലോ, ഒരു മസാല പേസ്റ്റ്, ആ സംഭവം കൂടി ചേർത്ത് കുറച്ച് നേരം ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്, ഞങ്ങളുടെ ഗ്യാസ് കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഗ്യാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചാൽ വേഗം ആവുമല്ലോ, അങ്ങനെ ഒരു ഇതിലായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഗ്യാസ് കഴിഞ്ഞ് വേഗം ഞാൻ അത് റൈസ് കുക്കറിലേക്ക് മാറ്റിയിട്ടോ. റൈസ് കുക്കറിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ചിക്കൻ ബിരിയാണി ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് ശരിയാവോ, അടിയിൽ പിടിക്കുമോ, കരിഞ്ഞു പോയി ആകെ മൊതാവോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും റൈസ് കുക്കറിലേക്ക് ഞാൻ അതങ്ങനെ ആ മസാല കൊട്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, റൈസിലേക്കും ചിക്കനിലേക്കും വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കേട്ടോ. റൈസ് ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിൽ 2 ഗ്ലാസ് ആണ് റൈസ് ഉള്ളത്. അപ്പോൾ 4 ഗ്ലാസും പിന്നെ ഇങ്ങനെയുള്ളൂ വേവിക്കണേ, കുക്കറിലല്ലല്ലോ. അപ്പോൾ 1 ഗ്ലാസും കൂടി എക്സ്ട്രാ ഒഴിച്ചു, ചിക്കനും കൂടി വേണ്ടിയിട്ടും. പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് റൈസ് എന്തോരം വെള്ളം വേണമെന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ അപ്പോൾ അതിലേക്ക് ഞാൻ ആ മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. കണ്ടില്ല, അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നു നോക്കുന്നുണ്ട്, കാരണം നമുക്ക് വശമില്ലാത്ത പണിയായ കാരണം കൊണ്ട്. അപ്പോൾ ഇത് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു വാം മോഡിലേക്ക് പോകുമല്ലോ, കുക്ക് എന്നുള്ള മോഡിൽ നിന്ന് നേരെ വാമിലേക്ക് പോകും. അത് കാരണം കൊണ്ടൊരു സമാധാനത്തിലിരിക്കുകയായിരുന്നു. ആ സമയത്ത് അപ്പോഴേക്കും ഗ്യാസ് വന്നു കേട്ടോ. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞാൽ അവർ വേഗം കൊണ്ട് തന്നു അയാൾ ഗ്യാസ്. പക്ഷെ ഞാൻ പിന്നെ ഗ്യാസിലേക്ക് മാറ്റാൻ നിന്നില്ല. ശരിക്കും ഇതിൻ്റെ പ്രിപ്പറേഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദം ചെയ്യാനാണ് കേട്ടോ. പക്ഷെ ഞാൻ ദമ്മൊന്നും ചെയ്യാൻ നിന്നില്ല. ആകെ മൊത്തം നമ്മൾ വിചാരിച്ചതിനൊക്കെ മാറി പ്ലാനൊക്കെ ആയതായിട്ടിരിക്കും. ഇനി ദമ്മും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലോപ്പായാൽ അതും ഇതായി എന്താണെന്ന് അറിയില്ലല്ലോ, സമയവും പോവും. അപ്പോൾ നമുക്ക് ഇത് കുക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം റൈത്തയ്ക്കുള്ള ഇത് റെഡിയാക്കണം കേട്ടോ. തൈരിലേക്ക് ജസ്റ്റ് ആ മസാല ചേർത്താൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ ഇതാ നമ്മളുടെ റൈസ് ചിക്കൻ ബിരിയാണിയിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു. അപ്പോൾ ഇതാണ് നമ്മളുടെ റൈത്തയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ഇത് കഴിക്കുക, അതും എന്തുമാതിരി ടേസ്റ്റാണെന്ന് വിചാരിച്ചു. പക്ഷേ ഈ റൈസിൻ്റെ കൂടെ ഈ റൈത്ത അടിപൊളിയാണ്. സാധാ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റല്ല ഈ ബിരിയാണിക്കായാലും അതുപോലെ തന്നെ റൈത്തയ്ക്കായാലും. പക്ഷേ ബിരിയാണിയുടെ കൂടെ ഇത് നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അത് ഒഴിച്ചു കൊടുത്തു. ബിരിയാണി ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ റൈത്ത ഒഴിച്ചു കൊടുത്തു. പിന്നെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ, അതും പപ്പടം കൂട്ടി അങ്ങനെ ലഞ്ച് അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെയല്ല, ഫ്ലോപ്പും ആയില്ല, നല്ല ടേസ്റ്റിലും കിട്ടി. കണ്ട് റൈസൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ നിങ്ങൾക്കും അവിടെയൊക്കെ ഇത് കിട്ടുക വെച്ചാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.